ഫോണിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. ജുനുവിൻ്റെ ഹൃദയം തകർന്നുപോയി. ജീവനോളം സ്നേഹിച്ചവൻ മറ്റൊരുവളോടൊപ്പം, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവളോടൊപ്പം. കണ്ണീരൊരു പുഴയായി ഒഴുകിയവളിൽ. എന്നോട് എങ്ങനിത് ചെയ്യാൻ തോന്നി ആഷിക്ക? വിലപിച്ചുകൊണ്ട് ആ പെണ്ണ് തറയിലേക്കിരുന്നു. 10 കൊല്ലം, 10 കൊല്ലത്തെ വിശ്വാസം, സ്നേഹം എല്ലാം തകർന്നു പോയില്ലേ? ഇങ്ങനൊരു ചതി എന്നോട് വേണമായിരുന്നു. നിങ്ങളല്ലേ ആഷിക്ക എൻ്റെ എല്ലാം. നിങ്ങൾക്ക് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ അല്ല. ഇതെന്ന് തുടങ്ങിയതാണെന്ന് ആർക്കറിയാം? പറ്റിക്കപ്പെടുമായിരുന്നില്ലേ താൻ? മനോഹരമായി ചതിച്ചുവല്ലേ എന്നെ? സ്വയം പരിതപിച്ച് പുലമ്പി ആ തറയിൽ അവൾ കിടന്നു. പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടതും പിടഞ്ഞെഴുന്നേറ്റു. ആഷിക്ക വന്നിരിക്കുന്നു. ആ ചതിയൻ. ചോദിക്കണം എന്തിനീ ചതി എന്നോട് ചെയ്തെന്ന്. പിടഞ്ഞെഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ച് അവൾ മുടി വാരിക്കെട്ടി. ജനലിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. ആഷിയുടെ കൂടെയുള്ള ആളെ കണ്ടവൾ ഞെട്ടിപ്പോയി. തളർച്ചയോടെ ചുമരിലേക്ക് ചാരി. കുതികുത്തി ഒഴുകുന്ന കണ്ണുനീർ തുടക്കാതെ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉപ്പ, തൻ്റെ പൊന്നുപ്പ. എൻ്റെ റബ്ബേ, ആ മനുഷ്യൻ ഇതറിഞ്ഞാൽ ചങ്ക് തകരും. പാവത്തിൻ്റെ ഒരായുസ് മുഴുവൻ പ്രവാസി പട്ടമണിഞ്ഞതാണ്. ഇപ്പോഴാണ് ഒന്ന് സമാധാനിച്ച് നാട്ടിലണഞ്ഞത്. ഈ മകളുടെ ജീവിതം നശിച്ചെന്ന് ആ ഉപ്പ അറിയേണ്ട. ഈ വേദന ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങട്ടെ. ഉപ്പയുടെ വേദന കാണാൻ വയ്യ. ജുനു വേഗം ബാത്റൂമിൽ കയറി മുഖവും കയ്യും കാലുമൊക്കെ നന്നായി കഴുകി. വെള്ളത്തോടൊപ്പം ചുടുകണ്ണീരും ഒഴുകിപ്പോയി. പുറത്തിറങ്ങി മുഖം നന്നായി തുടച്ചു. മുടിയൊതുക്കി തട്ടമിട്ട് താഴേക്കിറങ്ങി. വാതിൽ തുറന്നപ്പോൾ സിറ്റൗട്ടിൽ കയറിയിരിപ്പുണ്ട് ഉപ്പയും ആഷിയും. മോളെ. ആ പിതാവ് വാത്സല്യത്തോടെ മകളെ ചേർത്തണച്ചു. ഉള്ളിലൊരായിരം മുള്ളുകൊള്ളുന്ന വേദനയോടെ ജുനു പുറമെ പുഞ്ചിരിച്ചു. ജുനു, നല്ല തണുത്തതെന്തേലും എടുത്താ കുടിക്കാൻ? ഉപ്പാക്കും നല്ല ക്ഷീണുണ്ടാവും. ആഷിയുടെ വാക്കുകൾക്ക് മറുപടി ഒന്നും ഓതാതെ ഒന്ന് തലയാട്ടിയവൾ അടുക്കളയിലെത്തി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളമെടുത്ത് നാരങ്ങ പിഴിഞ്ഞു. ഉപ്പാക്ക് ഉപ്പും ആഷിക്ക് പഞ്ചസാരയും ചേർത്തിളക്കി. പഞ്ചസാര അല്ലേലും അവന് കൂടുതലാണല്ലോ അച്ചതിയന്. എന്താ ഒരു പുന്നാരം. ഉപ്പ ഇരിക്കുന്നോണ്ടാ അല്ലേൽ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പിറുപിറുത്തവൾ. ജുനു. അവൾ ഞെട്ടലോടെ തിരിഞ്ഞതും തൊട്ടു പിറകിൽ ആഷി. അവളുടെ മുഖഭാവം കണ്ട് അവനൊന്ന് അമ്പരന്നു. എന്തേ എന്തേ പറ്റി? എന്തെങ്ങനെ ഒറ്റയ്ക്ക് വർത്താനം പറയണത്? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണത്? അവളുടെ തോളിൽ കൈവച്ചവൻ ആ കൈ എടുത്തു മാറ്റി അവനെ നോക്കാതെ ഉപ്പാക്കുള്ള വെള്ളവും ആയി അവൾ ഉമ്മറത്തേക്കു നടന്നു. ആഷിയുടെ മുഖം ചുളിഞ്ഞു. ഇതെന്ത് പറ്റി?